മാർക്കറ്റിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാതെ ആ ഒരു മാർക്കറ്റ് തിരിയാതെ വന്നിട്ട് ഇപ്പൊ ചെറിയൊരു ടൗൺ ആയിക്കാരം അവിടെ കാണാൻ ഹെവി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ നാട്ടും പുറത്ത് ഒരു പുതിയ ബിൽഡിംഗ് വരുമ്പോൾ അതിനകത്ത് ആദ്യം ഒരു ബേക്കറി കയറി, ആ ബേക്കറി ഷോപ്പിന് ലക്ഷങ്ങളുടെ ഇന്റീരിയർ ചെയ്തിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങളൊക്കെ. ആ ഒരു ബേക്കറി ഷോപ്പിന് ലക്ഷങ്ങൾ ഇന്റീരിയർ, നമ്മുടെ സാധാരണ നാട്ടും പുറത്ത് നടക്കുന്ന സെയിൽസ് എത്രയും നമുക്കറിയാം. അപ്പം അവിടെ ഒരു ബേക്കറി ഷോപ്പ് വരും, ആ ബേക്കറി ഷോപ്പിന് ലക്ഷങ്ങൾ ഇന്റീരിയർ, എത്ര കാലം കൊണ്ട് അത് റിക്കവർ ചെയ്യാൻ ചിന്തിച്ചാൽ മതി. ഓക്കെ, അത്രയും വലിയൊരു ഇന്റീരിയറിനൊക്കെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് അത് അവിടെ വരാൻ പോകുന്ന ഒരു ബിസിനസ്സിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അത് മാർക്കറ്റ് നോക്കാതെ ചെയ്യുന്ന ആളുകളുണ്ട്. ദെൻ ലോജിക്കലി ഡിസിഷൻ എടുക്കാതെ ഇമോഷണൽ ഡിസിഷൻ എടുക്കും. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആട്ടോ. ലോജിക്ക് വെച്ചിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ. ലോജിക്ക് ആണെങ്കിൽ നമ്പർ ഫിഗറുകൾ വെച്ചിട്ട്. ഇപ്പം വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഒരു മാർക്കറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അവരവിടെ നമ്പേഴ്സ് വെച്ച്, ഈവൻ അവിടുത്തെ ജനസംഖ്യ, അവിടുത്തെ പോപ്പുലേഷൻ, അവിടുത്തെ മാർക്കറ്റിന്റെ കപ്പാസിറ്റി, അവിടെ നമ്പർ ഓഫ് ഷോപ്പുകൾ എത്രയുണ്ട്, ഇതിനൊക്കെ മാർക്കറ്റ് റിസർച്ച് നടത്തിക്കൊണ്ട് കറക്റ്റ് ആയിട്ട് പഠനം നടത്തിയിട്ട് ആണ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു ലൊക്കേഷൻ അവർ ഫൈനൽ ചെയ്യുകയാണെങ്കിൽ, ഒരു കോർപ്പറേറ്റ് കമ്പനികളോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭകർ ഒരു ലൊക്കേഷൻ ഫൈനൽ ചെയ്യുമ്പോൾ അവർ കറക്റ്റ് ആയിട്ട് മാർക്കറ്റ്, മുമ്പൊക്കെ അവർക്കൊരു ടീം ഉണ്ട്, അവർ ആ ടൗണിൽ വന്ന് നിന്ന് പഠിക്കുകയാണ് ചെയ്യുക. അവിടുന്ന് ഏതൊക്കെ ഭാഗത്ത് അവിടെ ആളുകൾ ഇറങ്ങും, അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെയാണ് ആളുകൾ വരിക, ഇതൊക്കെ പഠിച്ചിട്ടാണ് ചെയ്യുക. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് നേരിട്ട് AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സ്ക്രീനിൽ ഇരുന്ന് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഒരു ടൗൺ എടുത്ത് ആ ടൗണിലെ ടോട്ടൽ പോപ്പുലേഷൻ എത്ര, അവിടെ എത്ര തുണിക്കടകൾ ഉണ്ട്, തുണിയാണെങ്കിൽ, അല്ലെങ്കിൽ എത്ര ബേക്കറി ഷോപ്പ് ഉണ്ട്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് AI വെച്ച് നമുക്ക് എടുത്ത് അവിടുത്തെ സാധ്യതകളെ പറ്റി പഠിക്കാം. അരമണിക്കൂർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മാർക്കറ്റ് പഠിക്കാൻ കഴിയുന്ന സാഹചര്യം ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും തുടങ്ങാൻ പോകുന്ന സമയത്ത് ഈ പറയുന്ന ആരോ മൈക്ക് ഓൺ ആണെന്ന് ഓഫ് ചെയ്യണേ. ജമീല സലീം ആണെന്ന് തോന്നുന്നു. അപ്പം അത്രയും അവസരങ്ങൾ ഇന്ന് നമ്മുടെ മുന്നിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇമോഷൻ വെച്ച് തുടങ്ങരുത്. ഇമോഷണൽ ഡിസിഷൻ ആണ് പലപ്പോഴും നമ്മൾ ഒരു ആവേശത്തിൽ പോയിട്ട് എന്തെങ്കിലും തുടങ്ങും, എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ തോന്നും. അപ്പൊ ആരോ എന്തൊക്കെയാ പറയും, നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ വരുക, പ്രത്യേകിച്ച് അതിനെ പറ്റി പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്പറുകൾ വെച്ച് പഠിക്കണം, അതിന്റെ കറക്റ്റ് കണക്കുകൾ വെച്ച് പഠിക്കണം. അവിടുത്തെ ബിസിനസ് എത്രയാണ്, എത്ര സമയം കൊണ്ട് നമുക്ക് അത് റിട്ടേൺ കിട്ടും, അതിനുള്ള സ്കോപ്പ് അവിടെ ഉണ്ടോ, പോപ്പുലേഷൻ ഉണ്ടോ, ഇതൊക്കെ പഠിച്ചിട്ട് വേണം ചെയ്യാൻ. പഠിക്കാതെ പോയിട്ട് ഒരു ടൗണിൽ കൊണ്ടുപോയിട്ട് ഒന്നും അങ്ങോട്ട് തുടങ്ങരുത്. അപ്പം എന്തുകൊണ്ട് ഫെയർ ആവും ചോദിക്കുന്ന റീസൺസ് ആണ് ഇതൊക്കെ. റിസർച്ച് ചെയ്യാതിരിക്കുക, എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും ചെയ്യുക എന്നുള്ളത്, പ്രോപ്പറായിട്ട് മാർക്കറ്റ് പഠിക്കാതിരിക്കുക, ഇമോഷണൽ ഡിസിഷൻ എടുക്കുക, ലോജിക്കൽ ഡിസിഷൻ എടുക്കാതെ ഇമോഷണൽ ഡിസിഷൻ എടുക്കുക, ഇതൊക്കെ ഫെയിലറിന് സാധ്യത കൂടുതൽ. അപ്പൊ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകണം. തുടങ്ങാൻ നിൽക്കുന്ന ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കണം. ഒരു ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ, മാർക്കറ്റിനെ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം തുടങ്ങാൻ. ഓക്കെ, ഇനി ചോദിക്കും, വാട്ട് ഈസ് ദ റൈറ്റ് പ്രോഡക്റ്റ് എന്നാ ചോദിക്കുന്നത്. എന്താണ് ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? രാജീവ് സാറുടെ മൈക്ക് ഓൺ ആണെന്ന് തോന്നുന്നു, ഒന്ന് ഓഫ് ചെയ്യാവോ രാജീവൻ സാറുടെ മൈക്ക്? ഒന്ന് ഓഫ് ചെയ്തു, എന്തോ ചെറിയൊരു ഡിസ്റ്റർബൻസ് വരുന്നു. ഓക്കെ, വാട്ട് ഈസ് ദ റൈറ്റ് പ്രോഡക്റ്റ്? എങ്ങനെയാണ് റൈറ്റ് പ്രോഡക്റ്റ് സെലക്ട്? അറിയുന്ന ആളുകൾ ഉണ്ടാവും, എന്നാലും ഞാൻ പറയട്ടെ. ഒരു റൈറ്റ് പ്രോഡക്റ്റ്, ഒരു പ്രൊഡക്റ്റിന്റെ ഭംഗിയല്ല നോക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, സോൾവ് റിയൽ പ്രോബ്ലം എന്നാണ്. കസ്റ്റമറുടെ, പബ്ലിക്കിന്റെ, സൊസൈറ്റിയുടെ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആയിരിക്കണം നമ്മുടെ പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. പല രീതിയിൽ നമുക്കത് കാണാൻ വേണ്ടി പറ്റും. കസ്റ്റമറുടെ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആയിരിക്കണം നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓരോ പ്രൊഡക്റ്റുകൾ നമ്മൾ കാണാറുണ്ടല്ലോ. ഇപ്പം പല രീതിയിൽ പ്രൊഡക്റ്റുകൾ ഇങ്ങനെ ഓരോരുത്തർ ഇറക്കിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. അത് ഭയങ്കര ചെറിയ സാധനമായിരിക്കും, പക്ഷെ ഒരു വലിയ സൊല്യൂഷനായി കാരണം ഒരു പ്രോബ്ലത്തിനുള്ള. ഇപ്പം യാത്ര ചെയ്യുന്ന ആളുകൾ കഴുത്തിൽ ഒരു ഇത് വെക്കുന്നത് കാണാം. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ഇറങ്ങിയതാണ്. ആളുകൾ ഒത്തിരി കാലം പ്രയാസപ്പെട്ടിരുന്നു, ട്രെയിനിലോ ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് ഉറങ്ങുന്ന സമയത്തൊക്കെ ഈ ഒരു പ്രശ്നം. ആ സാധനം വന്നതോടുകൂടി അയാൾ സേഫായി, ആർക്കും ഡിസ്റ്റർബൻസ് ഇല്ല, കറക്റ്റ് അത് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ടിരുന്ന് ഉറങ്ങാൻ പറ്റും. അതൊരാളുടെ ഒരു സൊല്യൂഷനാണ്, ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയാണത്. അങ്ങനെ ഇവം ചെരുപ്പ് വെക്കുന്ന സ്റ്റാൻഡ് അല്ലേ, നായകൾ ചെരുപ്പ് കടിച്ചു കൊണ്ടുപോകുന്നതൊക്കെ നന്നായിട്ട് കേരളത്തിൽ വന്ന സമയത്താണ് കറക്റ്റായിട്ട് ചെരുപ്പ് വെക്കാൻ പറ്റുന്ന രീതിയിൽ ക്ലോസ് ചെയ്ത് വെക്കാൻ സ്റ്റാൻഡ് ഒരുത്തിന്റെ തലയിൽ വരുന്നത്. അപ്പം അത് ഭയങ്കരമായിട്ട് അയാൾ സെല്ല് ചെയ്ത് തുടങ്ങി. അപ്പോൾ സേഫായ ആളുകൾക്ക് ചെരുപ്പ് വൃത്തികേടായിട്ട് പുറത്തിടണ്ട, അതിന് വേറെ പ്രത്യേകിച്ച് വേറെ ഒരു സ്ഥലം കണ്ടിട്ട് സ്റ്റാൻഡ് അടിക്കേണ്ട, ഇത് റെഡിമെയ്ഡ് സാധനം വാങ്ങിയിട്ട് എവിടെയും നമുക്ക് അകത്തോ പുറത്തോ എവിടെയും വെക്കാൻ വേണ്ടി കഴിയുന്ന രീതിയിൽ അതൊരു പ്രോബ്ലത്തിന് സൊല്യൂഷനാണ്. അങ്ങനെ നമ്മളൊരു പ്രൊഡക്റ്റിനെ സെർച്ച് ചെയ്യുമ്പോൾ, ഒരു സർവീസിനെ സെർച്ച് ചെയ്യുമ്പോൾ, ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞപ്പോൾ ഇവിടെ നമ്മുടെ ഇടയിൽ എക്സ്പീരിയൻസ് 20 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള
സ്ട്രെസ് വർക്ക് നടത്തിയിട്ട് അപ്പോൾ അവിടെ ഒരു സർവീസ് കൊടുക്കാൻ പറ്റും. കാരണം എന്താ, ഒരു സ്ട്രെസ് വർക്കിലേക്കോ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പണിയിലേക്കൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് വേണം, കൺസൾട്ടിങ് വേണം. ഞാൻ എന്തിനു തുടങ്ങണം, സ്ട്രെസ് വർക്ക് എടുക്കുമ്പോൾ ഏത് കമ്പി വെച്ച് തുടങ്ങണം, എങ്ങനെ ചെയ്യാണ് ബെറ്റർ, ചരിച്ചിട്ട് വേണോ ഫ്ലാറ്റ് ആയിട്ട് ചെയ്യണോ, ഇതൊക്കെ കൺഫ്യൂഷൻസ് ആണ്. അത് ഒരു എഞ്ചിനീയറേക്കാൾ കൂടുതൽ നന്നായിട്ട് പറയാൻ പറ്റിയ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാണ്. എഞ്ചിനീയർ പുസ്തകത്തിൽ പഠിച്ച അറിവ് അയാൾക്കുണ്ടാവും, അതേ സമയത്ത് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം അത് ആ ഒരു എക്സ്പീരിയൻസ് എപ്പോഴാണ് ചോർച്ച വരിക, എങ്ങനെ വരിക എന്നുള്ളത് കറക്റ്റായിട്ട് അവർ കണ്ടുപരിചയണം. അപ്പോൾ അവർക്ക് അവിടെ കൺസൾട്ട് ചെയ്യാൻ പറ്റും. അതൊരു സർവീസാണ്, അതിന് ഫീ വാങ്ങിക്കാൻ പറ്റും. അതൊരു സൊല്യൂഷനാണ് ആളുകൾക്ക്. അപ്പം ഇങ്ങനെ നമ്മളൊരു പ്രൊഡക്റ്റിലേക്കോ സർവീസിലേക്കോ ചിന്തിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ഈ കാര്യം എഴുതണം. ഇത് ആരുടെ പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത് നമ്മൾ കറക്റ്റ് കണ്ടെത്തണം. അതിനൊരു ആൻസർ നമ്മൾ കണ്ടെത്തണം. ഒന്നാമത്തെ പോയിന്റ് അതാണ്. രണ്ടാമത്തെ കാര്യം, കസ്റ്റമേഴ്സ് ഇതിന് പേയ്മെന്റ് ചെയ്യാൻ തയ്യാറാവുന്നതാണ്. ഹാസ് പേയിങ് കസ്റ്റമേഴ്സ്. നമ്മളൊരു പ്രൊഡക്റ്റ് ഒക്കെ ആയിട്ട് ഇറങ്ങുന്ന സമയത്ത് ഫ്രീ ആണെങ്കിൽ ആളുകൾ മേടിക്കും, പൈസക്കൊന്നും മേടിക്കാനുള്ള വാല്യൂ ഇല്ല. അങ്ങനെയാണോ? അതല്ല, ഇതിന് എത്ര പൈസ വരെ കസ്റ്റമർ പേ ചെയ്യാൻ തയ്യാറാവും? 10,000 തരാൻ തയ്യാറാവോ? 5,000 തരാൻ തയ്യാറാവോ? 50,000 തരാൻ തയ്യാറാവോ? അപ്പം നമ്മൾ കൊടുക്കാൻ പോകുന്ന പ്രൊഡക്റ്റിന് കസ്റ്റമേഴ്സ് എന്തിന് പൈസ തരണം? അതിന് ആൻസർ കണ്ടെത്തണം. എന്താണ് ഈ പ്രൊഡക്റ്റ്, എന്താണ് ഈ സർവീസ്, ഇതിന് കസ്റ്റമേഴ്സ് മാർക്കറ്റിൽ പൈസ തരുമോ എന്നുള്ളതിന് എക്സാമ്പിൾ. ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് നന്നായിട്ട് കണ്ടെത്തി, ആ പ്രൊഡക്റ്റ് ആയിട്ട് മാർക്കറ്റ് പൈസ കൊടുത്ത് വാങ്ങിക്കാനൊന്നും ആളുകളില്ല. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ പോകേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ആവശ്യം എന്താണ്? ഇൻകം ജനറേറ്റ് ചെയ്യല്ലേ. ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആളുകൾ പേയ്മെന്റ് ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മൾ കണ്ടെത്തേണ്ടത്. രണ്ടാമത്തെ കാര്യം അതാണ്. 3, റിപ്പീറ്റ് ഡിമാൻഡ്. ഒരു തവണ വാങ്ങിച്ചാൽ ഡിമാൻഡ് ഇല്ലാത്തൊരു സാധനമാണെങ്കിൽ പിന്നെ എല്ലാവരും ഒരു തവണ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെ ആവരുത്. ഡിമാൻഡ് ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം. ഒരിക്കൽ വാങ്ങിയാൽ അടുത്ത മാസം അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് അതിങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വാങ്ങിക്കുന്ന ഒരു പ്രൊഡക്റ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഒറ്റ തവണ വാങ്ങുന്ന പ്രൊഡക്റ്റ് ആവരുത്. ഓക്കെ, അപ്പം റിപ്പീറ്റഡ് ഡിമാൻഡ് ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം. ദെൻ നാലാമത്തെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, മാച്ചസ് വിത്ത് അവർ എബിലിറ്റീസ്. നമ്മുടെ കഴിവുകളുമായിട്ട്, നമ്മുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസും കഴിവൊക്കെയുമായിട്ട് ഒരു മാച്ച് ഉള്ള പ്രൊഡക്റ്റ് ആവണം. അതല്ലെങ്കിൽ വലിയ പ്രയാസമാണ്. നമുക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവും. നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു പ്രൊഡക്റ്റ് നമ്മൾ സെല് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എല്ലാത്തിനും നമ്മൾ തേർഡ് പാർട്ടിയെ ഡിപ്പെൻഡ് ചെയ്യണം, സ്റ്റാഫിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. നമുക്ക് ഒരു നോളജും അതിനകത്തില്ല, എല്ലാത്തിനും ശമ്പളം കൊടുക്കണം, ആരെന്ത് ചോദിച്ചാലും നമുക്ക് ഒരു അറിവ് അതിനകത്തില്ല. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കാൻ പോയാൽ നമ്മൾ പരാജയപ്പെടും, ഒരു സംശയമില്ല. ഒരു ട്രാക്കിലാവുന്നവരെ എല്ലാത്തിനും സ്റ്റാഫ് ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ ഫസ്റ്റ് ടൈമിൽ അതൊന്നും ആവാൻ കഴിയില്ല. അതുമല്ല, നമ്മൾ പഠിച്ചിട്ട് ഒരു ലെവലിലേക്ക് എത്തിയാലാണ് നമുക്ക് അതിന് സ്റ്റാഫിന് വെച്ചാൽ അവരെ മാനേജ് ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ. നമ്മളെക്കാൾ നോളജ് നമ്മുടെ സ്റ്റാഫിനാണെങ്കിൽ നമുക്ക് അവരെ മാനേജ് ചെയ്യാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഒരു പ്രൊഡക്റ്റോ സർവീസൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മളുമായിട്ട് നമ്മുടെ എക്സ്പീരിയൻസിൽ, നമ്മുടെ സ്കില്ലിൽ കണക്ഷൻ ഉള്ള ഒരു പ്രൊഡക്റ്റോ സർവീസോ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം റൈറ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ആളുകളുടെ റിയൽ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആണ്. തുടങ്ങാൻ നിൽക്കുന്ന ആൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. എന്തിനോ ആരുടെയോ ഒരു പ്രൊഡക്റ്റ്, ഒരിക്കലും കോപ്പി പ്രൊഡക്റ്റിനേക്കാൾ അപ്പുറം കുറച്ച് സമയം എടുത്താലും ഓരോ പ്രോബ്ലങ്ങൾ കണ്ടെത്തിയിട്ട് അതിന് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ആലോചിക്കുക. കസ്റ്റമർ ഇതിന് പേ ചെയ്യാൻ തയ്യാറാവും എന്നുള്ളത് ആലോചിക്കുക. ഡിമാൻഡ് ഉണ്ടാവുമെന്ന് ആലോചിക്കുക. ഒരിക്കൽ വാങ്ങിയാൽ വീണ്ടും വീണ്ടും വാങ്ങുമോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ദെൻ എബിലിറ്റീസ്, നമ്മുടെ കഴിവുമായിട്ടോ സ്കില്ലുമായിട്ടൊക്കെ കണക്ഷനുള്ള പ്രൊഡക്റ്റാന്ന് ഉറപ്പുവരുത്തുക. ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ദെൻ മറ്റൊരു കാര്യം പറയുന്നത്, മാർക്കറ്റിലെ പ്രൊഡക്റ്റുകളെ 3 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മാർക്കറ്റിൽ അവൈലബിൾ ആയ പ്രൊഡക്റ്റുകളെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന്, നീഡ് ബേസ്ഡ് പ്രൊഡക്റ്റ് ആണ്. നീഡ് ബേസ്ഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസെൻഷ്യൽ ഐറ്റംസ് ആണ്. അതായത് മസ്റ്റ് ആയിട്ടും ആളുകൾ വാങ്ങിച്ചേ പറ്റൂ. എന്തൊക്കെയാ അതിൽ വരെ? പ്രധാനമായിട്ടും ഫുഡ് അതിൽ പെട്ടതാണ്, മെഡിസിൻ അതിൽ പെട്ടതാണ്, അതുപോലെ തന്നെ മറ്റു നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, യൂട്ടിലിറ്റീസ്, മറ്റു കാര്യങ്ങളൊക്കെ, റിപ്പയറിങ്, അതുപോലെ അങ്ങനെയുള്ള ദൈനംദിന ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്കൊക്കെ നമുക്ക് നീഡ് ബേസ്ഡ് എന്ന് പറയും. ഇത് മനുഷ്യൻ ജീവിച്ചു പോകണമെങ്കിൽ അത് അത്യാവശ്യമാണ്. അത് ഒഴിവാക്കിക്കൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റില്ല. ഫുഡ് ആയിക്കോട്ടെ, മെഡിസിൻ ആയിക്കോട്ടെ, അതുപോലെ മറ്റുള്ള ആക്സസറീസ് ആയിക്കോട്ടെ, ചെരുപ്പാവാം, ഗ്യാസ് ആവാം, പാത്രങ്ങളാവാം, ബെഡാവാം, കട്ടിലാവാം, ഇത്തരം കാര്യങ്ങളൊക്കെ മനുഷ്യന് അത് ഉണ്ടായേ പറ്റൂ. ഇതാണ് നീഡ് ബേസ്ഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ കൺസിസ്റ്റന്റ് ഡിമാൻഡ് ഉണ്ടാവും, എന്നും ആവശ്യം ഉണ്ടാവും അല്ലെ, എന്നും ആളുകൾക്ക് ആവശ്യമുള്ള സാധനം. ഇപ്പം എന്താ പറയാ, പലചരക്ക് സാധനങ്ങൾ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇതൊക്കെ എന്നും ആളുകൾക്ക് ആവശ്യമുള്ള സാധനമാണ്. അപ്പം അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റിലേക്ക് നമ്മൾ പോകണമെങ്കിൽ സ്ഥിരമായിട്ട് ഡിമാൻഡ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് നമുക്കത് ഇൻകം കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ആണ് അത്. ഓക്കെ, അത് നീഡ് ബേസ്ഡ്. രണ്ടാമത് വാണ്ട് ബേസ്ഡ് പ്രൊഡക്റ്റ് ആണ്. വാണ്ട് ബേസ്ഡ് പ്രൊഡക്റ്റ് പറഞ്ഞാൽ എന്തല്ല,
നോട്ട് എസെൻഷ്യൽ ആണ്, നിർബന്ധമില്ല. ആവശ്യമുണ്ട് എല്ലാവർക്കും, പക്ഷെ നിർബന്ധമില്ല. സെക്കൻഡ് ചോയ്സ് അതിന് കൊടുക്കുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ചോയ്സ് നീഡ് ബേസ്ഡ് ആയിരിക്കും, സെക്കൻഡ് ചോയ്സ് ആണ് അതിന് കൊടുക്കുക. അതിൽ പെട്ടതാണ് എന്റർടൈൻമെന്റുകൾ, ഹോബീസ്, ലൈഫ് സ്റ്റൈല്. ഓക്കെ, അത് എന്റർടൈൻമെന്റ്, സിനിമക്ക് പോകുക എന്നുള്ളത് എന്റർടൈൻമെന്റ് ആണ്. അതുപോലെ ഹോബികളൊക്കെ എന്റർടൈൻമെന്റ് ആണ്. ഇതൊക്കെ വേണമെങ്കിൽ മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ, നിർബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. എന്നാൽ അതിനുവേണ്ടി ആൾ പൈസ ചെലവഴിക്കാൻ തയ്യാറാണ്. പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുക, വെറൈറ്റി ഫുഡുകൾ ടേസ്റ്റ് ചെയ്യുക, ഇതൊക്കെ എന്താണ് എന്റർടൈൻമെന്റിൽ പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഇത് വാണ്ട് ബേസ്ഡ് പ്രൊഡക്റ്റുകളാണ്. അപ്പം നീഡ് ബേസ്ഡ് ഉണ്ട്, വാണ്ട് ബേസ്ഡ് ഉണ്ട്. വാണ്ട് ബേസ്ഡ് പ്രൊഡക്റ്റിലേക്ക് പോകുമ്പോഴോ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യണം, ആളുകളെ നമ്മൾ അവിടേക്ക് എത്തിക്കണം. ആളുകൾ ഇങ്ങോട്ട് അന്വേഷിച്ച് വരില്ല, നമ്മൾ നന്നായിട്ട് മാർക്കറ്റ് ചെയ്തിട്ട് ആളുകൾ അവിടേക്ക് എത്തിക്കണം. ആദ്യത്തെ പ്രൊഡക്റ്റ് ആണെങ്കിൽ ആളുകൾക്ക് നിർബന്ധമാണ്, നമ്മൾ അത് സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ചോദിച്ച ആളുകൾ വരും. രണ്ടാമത്തത് നിർബന്ധമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് മാർക്കറ്റ് ചെയ്ത ആളുകൾ നമ്മുടെ അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കേണ്ട പ്രൊഡക്റ്റാണ് വാണ്ട് ബേസ്ഡ് പ്രൊഡക്റ്റ് എന്നുള്ളത്. ദെൻ തേർഡ് വൺ സ്റ്റാറ്റസ് ബേസ്ഡ് ആണ്. അത് ലക്ഷറിയാണ്, അത് ടോപ്പ് ലെവലാണ്. ലക്ഷറി ആൻഡ് പ്രസ്റ്റീജ് ഐറ്റം ആണ്. പ്രീമിയം ബ്രാൻഡുകൾ, അതുപോലെയുള്ള ഹൈലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ് അതിന് വരിക. പ്രീമിയം ബ്രാൻഡുകളൊക്കെ നമുക്കറിയാലോ, ബ്രാൻഡഡ് ഷർട്ടുകൾ, ബ്രാൻഡഡ് മറ്റു ഐറ്റംസ് കാര്യങ്ങൾ, ഇതൊക്കെ എന്താണ് സ്റ്റാറ്റസ് ബേസ്ഡ് ആണ്. ആളുടെ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ അതപ്പം നല്ലൊരു ബ്രാൻഡ് ഷർട്ട് 500 രൂപക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അത് വാങ്ങിക്കില്ല. അവിടെ എന്താണ്, 500 രൂപക്ക് ഒരിക്കലും സ്റ്റാറ്റസ് ഇല്ല, അത് 5000 രൂപ വേണം, അപ്പോഴാണ് അത് സ്റ്റാറ്റസിലേക്ക് പോകുള്ളൂ. അപ്പം സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റുകളാവണം. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് മേജറായിട്ട് പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ട്. നീഡ് ബേസ്ഡും വാണ്ട് ബേസ്ഡും സ്റ്റാറ്റസ് ബേസ്ഡും. ഞാനിത് പറയുന്നത് നമ്മളൊരു പ്രൊഡക്റ്റോ സർവീസിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് തീരുമാനങ്ങൾ എടുക്കാം, ഏതാണ് ഞാൻ സെല് ചെയ്യുന്നത്. പ്രീമിയം ബേസ്ഡിലേക്ക് പോവുകയാണെങ്കിൽ അതിനു വേണ്ടി നമ്മൾ പ്രിപ്പയർ ആവണം. എക്സാമ്പിൾ പറയാം, BMW കാറിന്റെ മാർക്കറ്റിംഗ് ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ നമ്മൾ ആ ഒരു ലെവലിലേക്ക് മാറണം ആദ്യം. എങ്ങനെ, നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നതൊക്കെ പ്രീമിയം ആളുകളെയാണ്. ആ പ്രീമിയം ആളുകൾ ഡീൽ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് വേണ്ട ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, ആ പേഴ്സണാലിറ്റി നമുക്ക് വേണം. അതോടൊപ്പം തന്നെ പ്രീമിയം ആളുകൾ എവിടെയാണ് കൂടിച്ചേരുക, അവിടെയാണ് നമ്മൾ ഇരിക്കേണ്ടത്. നമ്മൾ സാധാരണ പോലെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നമ്മുടെ നാട്ടിൻപുറത്ത് ഇരുന്നിട്ട് BMW വിൽക്കണമെന്ന് ആഗ്രഹിച്ചൊന്നും നടക്കില്ല. BMW ബെൻസും വിൽക്കണമെങ്കിൽ പ്രീമിയം ആളുകൾ എവിടെയാണോ കൂടിച്ചേരുന്നത് അവിടെ നമ്മൾ എത്തണം. അതെവിടെയായിരിക്കാം, പ്രീമിയം ക്ലബ്ബുകളായിരിക്കാം. ആ പ്രീമിയം ക്ലബ്ബുകൾ മെമ്പർഷിപ്പ് എടുക്കേണ്ടി വരും, അവിടെയാണ് പ്രീമിയം ചെയ്യാൻ പറ്റുക. അപ്പൊ ഞാൻ ഇതിലേക്ക് പറയുന്നത് എന്താ വെച്ചാൽ, ഏത് പ്രൊഡക്റ്റ് ആണോ നമുക്ക് സ്യൂട്ട് ആവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ഒരു നോർമൽ ലെവലൊക്കെ ചെയ്യുമ്പോൾ നീഡ് ബേസ്ഡിൽ വരുന്നതാണ് ഡ്രസ്സ് നിർബന്ധമാണ് ആളുകൾക്ക്, അല്ലെ, ഫുഡ് നിർബന്ധമാണ്. അപ്പം ഡ്രസ്സിന്റെ സൈഡിൽ നമ്മൾ പോകുന്ന സമയത്ത് നിർബന്ധമായിട്ട് ഒരാൾക്ക് ആവശ്യമുള്ള സാധനം. ഒത്തിരി ആളുകൾ, എസ്പെഷ്യലി സ്ത്രീകൾ, ഏറ്റവും കൂടുതൽ ഡ്രസ്സുകൾ ചെയ്യുന്നുണ്ട്. കാരണം കൺസിസ്റ്റൻസി ഡിമാൻഡുള്ളതാണ്, സ്ഥിരമായിട്ട് വേണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലം ഓരോ പ്രോഗ്രാമിനും ഓരോ ഡ്രസ്സ് എന്ന് പറയുന്ന രീതി ഡിമാൻഡാണ്. പക്ഷെ തുടങ്ങി വെച്ചവർ കൂടുതൽ പരാജയപ്പെടുന്നു. എന്തുകൊണ്ടാ, പ്രോപ്പറായിട്ട് പഠിക്കുന്നില്ല, എന്റെ കസ്റ്റമർ ആരാന്ന് നോക്കുന്നില്ല, എന്ത് ഡ്രസ്സ് ഞാൻ വിൽക്കണം എന്ന് മനസ്സിലാക്കുന്നില്ല, തുടങ്ങി വെക്കുന്നതല്ലാതെ അടുത്ത സ്റ്റേജിലേക്ക് പഠിക്കാത്ത കാരണം. അപ്പം എന്ത് പ്രൊഡക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. തീരുമാനിക്കുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മൾ അത് റിലേറ്റഡ് ആയിട്ട് പഠിച്ച് ചെയ്യാനും കൂടി തയ്യാറാവണം. അപ്പം ഇത് 3 രീതിയിലുള്ള പ്രൊഡക്റ്റുകളെ പറ്റി പറഞ്ഞു. നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. ഇനി പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ത്, പ്രൊഡക്റ്റ് ഫൈനലായി കഴിഞ്ഞാൽ, സർവീസ് ഫൈനലായി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഡിഫൈൻ യുവർ കസ്റ്റമർ എന്നുള്ളതാണ്. എല്ലാവർക്കും കൂടി സെല് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. അതൊരു വലിയ ഹൈപ്പർ മാർക്കറ്റിലേ നടക്കും. നമ്മളൊരു വലിയ ഹൈപ്പർ മാർക്കറ്റോ മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളല്ല, നമ്മൾ ഒരു പ്രൊഡക്റ്റിൽ ഫോക്കസ് ചെയ്ത് പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള എല്ലാവരും എൻ്റെ അടുത്ത് പ്രൊഡക്റ്റ് വാങ്ങണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ആണോ സെല് ചെയ്യുന്നത് അതിനൊരു ടാർഗറ്റ് ഓഡിയൻസിന്, ഈവൻ ഡ്രസ്സാണ് നമ്മൾ സെല് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് തന്നെ കുട്ടികളുടെ ഡ്രസ്സാണെങ്കിൽ ആ കുട്ടികൾ തന്നെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 0 to 3, 3 to 7, ഇങ്ങനെയൊക്കെ ഏജ് ഡിവൈഡ് ചെയ്യാം. ഇതിൽ ഏത് ഏജിലുള്ള കുട്ടികളുടെ ഡ്രസ്സാണ് നമ്മൾ കൊടുക്കുകയാണെന്ന് വെച്ചാൽ അതിൽ ഫോക്കസ്ഡ് ആവുക. ഇപ്പൊ ലേഡീസിന്റെ ആണെങ്കിൽ അതിനകത്ത് നൈറ്റി ആണോ, ഡെയിലി വെയർ ആണോ, പാർട്ടി വെയർ ആണോ, അതിൽ ഫോക്കസ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും ഫോക്കസ്, അവരുടെ ഇൻകം ബേസ് ചെയ്തിട്ട്, ഏജ് ബേസ് ചെയ്തിട്ട്, ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട്, അർജൻസി ബേസ് ചെയ്തിട്ട് ഒക്കെ നമുക്ക് കസ്റ്റമറെ തരംതിരിക്കാം. ഹൈ ഇൻകം ഉള്ളവർ വേണോ, മീഡിയം ആണോ, ലോവർ ആണോ, ഏജ് ഏതാണ്, ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട്. ഇപ്പം മലബാർ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ആളുകൾ പറയും കുറച്ചുകൂടി കൂടുതൽ ഹൈ ഇൻകത്തിനുള്ള ഡ്രസ്സുകൾ, അതേ സമയത്ത് തെക്കൻ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് കുറച്ചുകൂടി എന്താ പറയാ, പ്രൈസ് കുറഞ്ഞ ഡ്രസ്സുകളാണ് കൂടുതൽ സെയിൽ ചെയ്യുക. ബിസിനസ് ചെയ്യുന്ന ആളുകൾ പറയുന്ന ഒരു ഇതാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഇടുക്കി പോലെ അല്ലെങ്കിൽ കുറച്ചുകൂടി ഉൾപ്രദേശങ്ങളൊക്കെ പോയാൽ, കൂടുതൽ കർഷകരുടെ ഏരിയ ഒക്കെ ആകുമ്പോൾ
ഹൈ കോസ്റ്റിലുള്ള ഡ്രസ്സുകളാവില്ല അവിടെ ഇപ്പോൾ നോർമൽ. അപ്പം ആ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടാർഗറ്റ് ഓഡിയൻസിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മാർക്കറ്റ് ചെയ്യേണ്ടത്. ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പേ എൻ്റെ ഓഡിയൻസ് ഇതാണ്, ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ഇന്ന ആളുകളാണ്, അവർക്ക് ആവശ്യം ഇന്ന പ്രൊഡക്റ്റ് ആണ്, അപ്പം ഞാൻ അതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ടാർഗറ്റ് ഓഡിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ പ്രൊഫൈൽ, അവരുടെ ലൊക്കേഷൻ, അവരുടെ ഇൻകം, ഏജ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്യാൻ. എല്ലാവരും നമ്മുടെ കസ്റ്റമർ ആവുമെന്ന് ഒരിക്കലും ആഗ്രഹിക്കരുത്, അത് പ്രാക്ടിക്കൽ അല്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ബിസിനസ് ചെയ്യാൻ. ഓക്കെ.